പ്രവാസ ലോകത്തിലെ വാർത്തകളിലേക്ക്. ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. 3 മുതൽ 5 ഇരട്ടി വരെയാണ് നിരക്ക് വർധന. വേനലവധി കഴിഞ്ഞ് മടങ്ങുന്ന പ്രവാസികൾക്ക് വൻ തിരിച്ചടി. വേനലവധി കഴിഞ്ഞ് മടങ്ങുന്ന മലയാളികൾക്ക് കനത്ത ആഘാതമാണ് വിമാന കമ്പനികൾ നൽകിയിരിക്കുന്നത്. 4 അംഗ പ്രവാസി കുടുംബത്തിന് ഗൾഫിലേക്ക് മടങ്ങാൻ 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ മുടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. UAE-യിലെ സ്കൂളുകൾ വേനലവധി കഴിഞ്ഞ് ഇന്ന് തുറന്നെങ്കിലും ധാരാളം പേരാണ് നാട്ടിൽ നിന്ന് മടങ്ങിയെത്താനുള്ളത്. ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതിനാൽ വലിയ തുക മുടക്കി ഗൾഫിലേക്ക് പോകാൻ കഴിയാതെ പോയവർ ധാരാളമുണ്ട്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ശരാശരി ടിക്കറ്റ് നിരക്ക് 30,000 മുതൽ 98,000 രൂപ വരെയാണ്. കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് 30,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് നിരക്ക്. യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ച് സർവീസുകളില്ലാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ സർക്കാർ ശക്തമായ നിലപാടെടുക്കണമെന്നാണ് പ്രവാസി സംഘടനകൾ പറയുന്നത്. കാലാകാലങ്ങളായുള്ള ഈ ആവശ്യം ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് മെട്രോയുടെ 15ാം വാർഷികാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി റോഡ് ഗതാഗത അതോറിറ്റി. കലാപരിപാടികളും സർപ്രൈസ് സമ്മാനങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായുണ്ടാകും. 2009 സെപ്റ്റംബർ 9-നാണ് മെട്രോ സർവീസ് ആരംഭിച്ചത്. നിരവധി പേരാണ് ദിനംപ്രതി ദുബായ് മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പിറന്നാളിനോടനുബന്ധിച്ച് എമിറേറ്റ്സ് പോസ്റ്റ് പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കും. സുവനീറിനായി പ്രത്യേക നോൾ കാർഡും യാത്രക്കാർക്ക് നൽകുന്നതാണ്. ലിഗോ മിഡിൽ ഈസ്റ്റ്, ലിഗോ ലാൻഡ് ദുബായ്, ഇഗ്ലു, അൽ ജാബിർ ഗാലറി, എമിറേറ്റ്സ് പോസ്റ്റ് എന്നിവരാണ് ഇത്തവണത്തെ ആഘോഷ പരിപാടികളുടെ സ്പോൺസർമാർ. 2009 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിൽ സെപ്റ്റംബർ 9-ന് ജനിച്ച കുട്ടികൾക്കായി ലിഗോ ലാൻഡിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. മെട്രോ ബേബീസ് എന്ന പേരിൽ കുട്ടികൾക്കായി സെപ്റ്റംബർ 21-നാണ് പരിപാടി നടത്തുന്നത്. 21 മുതൽ 27 വരെ മെട്രോ സ്റ്റേഷനിൽ പ്രത്യേക സംഗീത പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യാന്തര സംഗീത പ്രതിഭകളും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം ഇന്ത്യയിലെ വിസ അപേക്ഷകളിൽ റെക്കോർഡ് വർധന. കോവിഡ് മഹാമാരിക്ക് മുൻപുള്ളതിനേക്കാൾ അപേക്ഷകളുടെ എണ്ണം 2% കൂടിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് 51 രാജ്യങ്ങളിലേക്കുള്ള വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന VFS ഗ്ലോബലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. വിസ അറ്റ് യുവർ ഡോർസ്റ്റെപ്പ് പോലുള്ള വ്യക്തിഗത സേവനങ്ങളുടെ സ്വീകാര്യത 2019 അപേക്ഷിച്ച് 4 ഇരട്ടി വർധനവ് രേഖപ്പെടുത്തി. പ്രതിവർഷം 16% വർധനവാണ് ഉണ്ടായത്. ഔട്ട് ബൗണ്ട് ആപ്ലിക്കേഷനുകൾക്കായുള്ള ജനപ്രിയ ലഭ്യസ്ഥാനങ്ങളാണ് കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, സൗദി അറേബ്യ, സ്വിറ്റ്സർലാൻഡ്, USA, UK എന്നിവ. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടി വരുന്നു. കഴിഞ്ഞ 2 വർഷമായി ധാരാളം പേരാണ് വിദേശയാത്ര ചെയ്തത്. ഈ വർഷം അവസാനം വരെ ഈ രീതി തുടരുമെന്ന് ഉറപ്പുണ്ടെന്ന് VFS ഗ്ലോബൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എമ്മി തൽവാർ പറഞ്ഞു. മികച്ച ഉപഭോക്തൃ സേവനം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. VFS ഗ്ലോബൽ എന്ന വ്യാജ വെബ്സൈറ്റുകളെയും വ്യാജ സോഷ്യൽ മീഡിയ പേജുകളെയും കുറിച്ച് അപേക്ഷകർ ജാഗ്രത പാലിക്കണമെന്നും തൽവാർ അഭിപ്രായപ്പെട്ടു. VFS ഗ്ലോബൽ ഇന്ത്യയിലെ 52 പരമാധികാര ഗവൺമെന്റുകളുടെ പങ്കാളിയാണ്. കൂടാതെ 19 നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 560-ലധികം വിസ അപേക്ഷാ കേന്ദ്രങ്ങളിലൂടെ വിസ സേവനങ്ങൾ നൽകുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച് ഫ്ലൈനസ്. സെപ്റ്റംബർ 1 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. സൗദി എയർലൈനായ ഫ്ലൈനാസ് 3 നഗരങ്ങളിലേക്കാണ് നേരിട്ടുള്ള സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിയാദിൽ നിന്ന് ദുബായിലേക്കും, ജിദ്ദയിൽ നിന്ന് അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലേക്കും, മദീനയിൽ നിന്ന് അബുദാബി, ഷാർജ എന്നിവിടങ്ങളിലേക്കുമാണ് പുതിയ സർവീസ്. ദുബായ് വേൾഡ് സെൻട്രലിൽ നിന്ന് റിയാദിലേക്ക് 239 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് മദീനയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 249 ദിർഹമാണ്. എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, ഇത്തിഹാദ് എയർവേസ്, എമിറേറ്റ്സ് എയർലൈൻസ് എന്നിവയുൾപ്പെടെ നിരവധി എയർലൈനുകൾ സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഇടയിൽ സർവീസ് നടത്തുന്നുണ്ട്. എങ്കിലും ഈ വർഷം സെപ്റ്റംബറോടെ UAE-യിലെ 4 പ്രധാന വിമാനത്താവളങ്ങളിൽ സർവീസ് നടത്തുന്ന ഏക സൗദി എയർലൈനായി ഫ്ലൈനാസ് മാറും. ഫ്ലൈനാസ് 70-ലധികം ആഭ്യന്തര അന്തർദേശീയ ലക്ഷ്യസ്ഥാനങ്ങളെ 1500-ലധികം പ്രതിവാര ഫ്ലൈറ്റുകളുമായി ബന്ധിപ്പിക്കുന്നു. 2007-ൽ സർവീസ് ആരംഭിച്ചതിനു ശേഷം 78 ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് ഫ്ലൈനാസിൽ യാത്ര ചെയ്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
UAE എയർലൈനുകൾ സർവീസ് നടത്തുന്നത് ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ 606 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക്. ടൂറിസം, ബിസിനസ് യാത്രകൾ വർദ്ധിക്കുന്നതിനാൽ സർവീസുകൾ കൂട്ടിയതായി എയർലൈനുകൾ വ്യക്തമാക്കി. പാസഞ്ചർ, ജോയിന്റ് കാർഗോ റൂട്ടുകൾ ഉൾപ്പെടെ UAE കാരിയറുകൾ നടത്തുന്ന സർവീസുകളുടെ ഔദ്യോഗിക കണക്കുകളാണ് പുറത്തുവന്നത്. കൂടാതെ യാത്രക്കാരുടെ എണ്ണം 140 ദശലക്ഷത്തിലെത്തുമെന്ന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നു. 2023 അവസാനത്തോടെ രേഖപ്പെടുത്തിയ 556 ലക്ഷ്യസ്ഥാനങ്ങളിൽ നിന്ന് 3.4% വർധനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എമിറേറ്റ്സ് 144 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്നു. ഇത്തിഹാദ് എയർവേസ് 79 ഇടങ്ങളിലേക്കും ഫ്ലൈ ദുബായ് 125 ഇടങ്ങളിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. എയർ അറേബ്യ 218ഉം വിസ് എയർ അബുദാബി 40 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. ഈ വർഷത്തെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ആഗോള സിവിൽ ഏവിയേഷൻ മത്സരക്ഷമതയിൽ UAE മുൻനിര സ്ഥാനം നേടിയിട്ടുണ്ട്. ക്വാളിറ്റി ഓഫ് എയർ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ സൂചകത്തിൽ UAE ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്തും എയർ ട്രാൻസ്പോർട്ട് സേവനങ്ങളുടെ കാര്യക്ഷമതയിൽ ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്തുമെത്തി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.